ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഘടകകക്ഷികളെ എങ്ങനെ അനുനയിപ്പിക്കുമെന്നതാണ്. അവരുടെ സമ്മർദ്ദത്തിന് വഴിപ്പെടേണ്ടി വരുമോ BJP എന്നതാണ് എല്ലാവരും രാഷ്ട്രീയ കേന്ദ്രങ്ങളടക്കം ശ്രദ്ധയോടുകൂടി നോക്കിക്കാണുന്നത്. ദിലീപ് കുമാർ ന്യൂസ് ഡെസ്കിൽ നിന്ന് വിശദാംശങ്ങൾ നൽകാൻ ചേരുന്നു. ദിലീപ്, ഈ JDU, TDP, ഏകനാഥ് ഷിൻഡെ, ചിരാഗ് പാസ്വാൻ ഇവർക്കൊക്കെ ഇപ്പോൾ വിലപേശി സമ്മർദ്ദത്തിലൂടെ കാര്യങ്ങൾ നേടാൻ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ആദ്യഘട്ടത്തിൽ ഈ വിലപേശലിൽ അവർ പിന്നാക്കം പോകാനുള്ള സാധ്യത പരിമിതമല്ലേ? എന്താണ് ലഭിക്കുന്ന സൂചനകൾ? വേണു, കേന്ദ്രത്തിലുണ്ടായിട്ടുള്ള പുതിയ സാഹചര്യം BJPക്ക് കേവല ഭൂരിപക്ഷം കിട്ടിയില്ല എന്നതുകൊണ്ട് തന്നെ ഘടകകക്ഷികൾ സമ്മർദ്ദം ശക്തമാക്കുകയാണ്. എന്നാൽ ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം തെലുഗുദേശത്തെയും JDUവിനെയും BJP നേതൃത്വം ഏറെക്കുറെ അനുനയിപ്പിച്ചിട്ടുണ്ട് എന്നാണ്. നേരത്തെ സ്പീക്കർ സ്ഥാനം തെലുഗുദേശം ആവശ്യപ്പെട്ടിരുന്നതാണ്. 96-ൽ വാജ്പേയി സർക്കാരിൻ്റെ കാലത്ത് തെലുഗുദേശം നേതാവായിരുന്ന GMC ബാലയോഗി ലോക്സഭയുടെ സ്പീക്കറായിട്ടുണ്ട്. അതുകൊണ്ട് ഇത്തവണയും സ്പീക്കർ സ്ഥാനം വേണം എന്ന ആവശ്യമാണ് മന്ത്രിസ്ഥാനത്തിന് പുറമേ തെലുഗുദേശം ഉന്നയിച്ചിരുന്നത്. ശക്തമായി തന്നെ ഇക്കാര്യം ചന്ദ്രബാബു നായിഡു BJP നേതാക്കളെ അറിയിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ സ്പീക്കർ സ്ഥാനത്തിൽ വിട്ടുവീഴ്ച ചെയ്യേണ്ടതില്ല എന്ന നിലപാട് BJP കേന്ദ്ര നേതൃത്വം സ്വീകരിക്കുകയായിരുന്നു. പകരം ആന്ധ്രയ്ക്ക് നേരത്തെ ആന്ധ്രാപ്രദേശിന് പ്രത്യേക പദവി നൽകിയില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് 2018-ൽ ചന്ദ്രബാബു നായിഡു NDA വിട്ടത്. ഇത്തവണ ആന്ധ്രാപ്രദേശിന് പ്രത്യേക പദവി പരിഗണിക്കാം എന്ന ഉറപ്പ് BJP കേന്ദ്ര നേതൃത്വം ചന്ദ്രബാബു നായിഡുവിന് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ഒരു ക്യാബിനറ്റ് മന്ത്രിസ്ഥാനവും 2 സഹമന്ത്രി സ്ഥാനവും തെലുഗുദേശം ആ വാഗ്ദാനം സ്വീകരിച്ചുകൊണ്ട് തൃപ്തി അടയുന്നതിനുള്ള സാധ്യതയാണ് ഇപ്പോഴുള്ളത്. ചന്ദ്രബാബു നായിഡുവിൻ്റെ നേരത്തെ മുതലുള്ള ആവശ്യമായിട്ടുള്ള ഈ ആന്ധ്രാപ്രദേശിന് സംസ്ഥാന പദവി എന്നത്, കാരണം വരുമാനം വളരെ കുറഞ്ഞിരിക്കുന്നു. ഈ ആന്ധ്രാപ്രദേശ് സംസ്ഥാനം രൂപീകരിച്ചതിന് ശേഷം അതിൻ്റെ പ്രധാനപ്പെട്ട വരുമാന മാർഗമായിരുന്ന, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വികസിച്ചിരുന്ന, നേരത്തെ ചന്ദ്രബാബു നായിഡുവിൻ്റെ ഭരണകാലത്ത് തന്നെ ഒരു ടെക് മേഖലയായി വികസിപ്പിച്ചിരുന്ന സ്ഥലമാണ് ഹൈദരാബാദ്. ആ ഹൈദരാബാദ് ഇപ്പോൾ തെലുങ്കാനയുടെ, ആന്ധ്രാ വിഭജനത്തോടുകൂടി തെലുങ്കാനയുടെ ഭാഗമായിരിക്കുന്നു. അതുകൊണ്ട് സംസ്ഥാനത്തിൻ്റെ വരുമാനം ഏറെക്കുറെ കുറഞ്ഞ സാഹചര്യത്തിൽ സംസ്ഥാനത്തിന് പ്രത്യേക പദവി വേണം എന്ന ആവശ്യം തെലുഗുദേശം മുന്നോട്ട് വച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ്, അതായത് കേന്ദ്രത്തിൽ നിന്നുള്ള ഗ്രാൻഡ് എയ്ഡ് അടക്കം വർദ്ധിച്ചുകൊണ്ട് ഈ സംസ്ഥാനത്തിന് പ്രത്യേക പരിഗണന, പ്രത്യേക നികുതി വരുമാനത്തിലടക്കം പ്രത്യേക പരിഗണന നൽകുന്നു എന്നതാണ് ഈ പ്രത്യേക പദവി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ കാര്യം ഏറെക്കുറെ BJP കേന്ദ്ര നേതൃത്വം അംഗീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തെലുഗുദേശത്തിന് ഒരു ക്യാബിനറ്റ് മന്ത്രിസ്ഥാനം, 2 സഹമന്ത്രി സ്ഥാനം. സമാനമായ ആവശ്യം JDUവും ഉന്നയിച്ചിട്ടുണ്ട്, ബീഹാറിന് പ്രത്യേക പദവി എന്ന ആവശ്യം. പക്ഷേ ഇക്കാര്യത്തിലൊരു സമവായമായിട്ടുണ്ടോ എന്ന കാര്യം വ്യക്തമല്ല. ഒരു ക്യാബിനറ്റ് മന്ത്രിസ്ഥാനവും 2 സഹമന്ത്രി സ്ഥാനവും JDUവിനും നൽകാം എന്ന ഉറപ്പ് BJP കേന്ദ്ര നേതൃത്വം അറിയിച്ചിട്ടുണ്ട്. മറ്റു കക്ഷികൾക്ക്, പ്രത്യേകിച്ച് LJP രാംവിലാസ് പസ്വാൻ വിഭാഗത്തിന് ഒരു ക്യാബിനറ്റ് മന്ത്രിസ്ഥാനം, ഒരു സഹമന്ത്രി സ്ഥാനം എന്നിവ നൽകിയേക്കും. അപ്നാദൾ, HAM തുടങ്ങിയ കക്ഷികൾക്ക് ഒരു സഹമന്ത്രി സ്ഥാനം നൽകുന്നതിനുള്ള സാധ്യതയാണ് ഇപ്പോഴുള്ളത്. ശിവസേന ഷിൻഡെ വിഭാഗത്തിന് ഒരു ക്യാബിനറ്റ് മന്ത്രിസ്ഥാനം നൽകും. അല്ലെങ്കിൽ ഒരുപക്ഷെ സ്വതന്ത്ര ചുമതലയുള്ള ഒരു സഹമന്ത്രി സ്ഥാനം നൽകുന്നതിനുമുള്ള സാധ്യതയാണ് ഇപ്പോഴുള്ളത്. ഏകനാഥ് ഷിൻഡെ തൻ്റെ മകൻ പെർണീത് ഷിൻഡെയെ കേന്ദ്രമന്ത്രിയാക്കേണ്ടതില്ല എന്ന ഒരു നിലപാട് BJP കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. ഷിൻഡെ വിഭാഗത്തിൽ നിന്ന് മറ്റൊരു നേതാവായിരിക്കും കേന്ദ്രമന്ത്രി സ്ഥാനത്തേക്ക് വരിക. അജിത് പവാർ വിഭാഗവും കേന്ദ്രമന്ത്രി സ്ഥാനം വേണം എന്ന ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. ഒരു MP മാത്രമാണ് അജിത് പവാർ വിഭാഗത്തിന് ഉള്ളത്. പക്ഷേ അതിന് പുറത്ത് ഈ MP എന്ന നിലയിലല്ലാതെ അജിത് തന്നെ മന്ത്രിയാക്കണമെന്ന ആവശ്യം BJP നേതാക്കളുമായുള്ള ചർച്ചയിൽ അനൗദ്യോഗികമായി അജിത് പവാർ അറിയിച്ചിട്ടുണ്ട്. കേന്ദ്രമന്ത്രിസ്ഥാനം, ക്യാബിനറ്റ് മന്ത്രിയാക്കണം എന്ന ആവശ്യമാണ് അജിത് പവാർ ഉന്നയിച്ചിട്ടുള്ളത്. മുൻ കേന്ദ്രമന്ത്രി പ്രഫുൽ പട്ടേൽ NCPയുടെ അജിത് പവാർ വിഭാഗത്തിൻ്റെ ദേശീയ അധ്യക്ഷനാണ്. പ്രഫുൽ പട്ടേലിനെ ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ മുൻകാല ഭരണപരിചയം കൂടി കണക്കിലെടുത്ത് ക്യാബിനറ്റിലേക്ക് കൊണ്ടുവരണം എന്ന് വാദിക്കുന്ന നേതാക്കളും ഈ NCPയിലുണ്ട്. അങ്ങനെ അതോടൊപ്പം തന്നെ റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യയുടെ നേതാവ് രാംദാസ് അത്വാലെ, അദ്ദേഹവും കേന്ദ്രമന്ത്രി സ്ഥാനത്തിനുള്ള അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ പാർട്ടികളുടെ നേതാക്കൾക്കെല്ലാം സഹമന്ത്രി സ്ഥാനമോ അല്ലെങ്കിൽ ഒരു ക്യാബിനറ്റ് മന്ത്രി സ്ഥാനമോ നൽകിക്കൊണ്ട് പ്രശ്ന പരിഹാരത്തിനുള്ള ശ്രമമാണ് BJP നേതാക്കൾ നടത്തുന്നത്. ഇപ്പോൾ JDUവിൻ്റെയും LJPയുടെയും പാർലമെൻ്ററി പാർട്ടി യോഗങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിതീഷ് കുമാറിൻ്റെ വസതിയിലാണ് JDU നേതാക്കളുടെ യോഗം നടക്കുന്നത്. അല്പസമയത്തിനകം 11 മണിക്ക് NDAയുടെ പാർലമെൻ്ററി പാർട്ടി യോഗവും ചേരുന്നുണ്ട്. ഈ പാർലമെൻ്ററി പാർട്ടി യോഗം നരേന്ദ്രമോദിയെ പാർലമെൻ്ററി പാർട്ടി നേതാവായി തിരഞ്ഞെടുക്കുകയും പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് നിർദ്ദേശിച്ചുകൊണ്ടുള്ള കത്ത് യോഗത്തിനു ശേഷം
പ്രധാനമന്ത്രി നരേന്ദ്രമോദി, നിലവിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അതോടൊപ്പം തന്നെ മറ്റ് നേതാക്കൾ, ഈ NDAയിലെ സഖ്യകക്ഷി നേതാക്കളായിട്ടുള്ള നിതീഷ് കുമാർ, ചന്ദ്രബാബു നായിഡു തുടങ്ങിയ ഇവരൊക്കെ ചേർന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ കാണുകയും പിന്തുണക്കത്ത് കൈമാറുകയും ചെയ്യുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ശരി, ആർ രാധാകൃഷ്ണൻ തുടരുന്നുണ്ട്. രാധാകൃഷ്ണൻ, ഇങ്ങനെ TDPയും JDUവും ഒക്കെ BJP പറയുന്നതിനനുസരിച്ച് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകും എന്ന് കരുതാമോ? TDPക്ക് അനുകൂല സാഹചര്യമുണ്ട്, അവർക്ക് അവിടെ ഒറ്റയ്ക്ക് തന്നെ ഭൂരിപക്ഷമുണ്ട് നിയമസഭയിൽ, അവർക്ക് സർക്കാർ രൂപീകരിക്കാം. പക്ഷെ അങ്ങനെയല്ല നിതീഷിൻ്റെ ഭാവി. ഉടനെ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകും. അവിടെ ഈ പറയുന്ന തരത്തിൽ പാർട്ടിയുടെ സംവിധാനത്തെ ശക്തിപ്പെടുത്തി തന്നെ നിർത്തേണ്ടതുണ്ട്. BJP എത്രത്തോളം വിശ്വസിക്കാം എന്നതിൻ്റെ മുന്നനുഭവങ്ങൾ നിതീഷിനുണ്ട്. അതുകൊണ്ട് തന്നെ വിലപേശൽ ശക്തമായി തുടരാൻ തന്നെയാകില്ലേ JDUവിനെ നിർബന്ധിക്കുന്ന രാഷ്ട്രീയ സാഹചര്യം? അതുതന്നെ ഷിൻഡേക്കും അജിത് പവാർ വിഭാഗത്തിനുമൊക്കെ ബാധകമായിരിക്കുന്ന ഒരു സാഹചര്യമല്ലേ? നമ്മൾ ഇന്നലെ വരെ കണ്ട കാഴ്ചയിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഉള്ള ഒരു സാഹചര്യമാണ് ഇന്ന് നമുക്ക് അറിയാനും കാണാനും സാധിക്കുന്നത് എന്നുള്ളതാണ് വസ്തുത. കാരണം ഈ പാർട്ടികളുടെ നേതാക്കന്മാരോട് ഇന്നലെ നമ്മൾ സംസാരിക്കുമ്പോൾ തങ്ങളുടെ നിലപാടിൽ നിന്ന് കടുകിട മാറില്ല എന്ന നിലപാടാണ് അവർ സ്വീകരിച്ചിരുന്നതെങ്കിൽ ഒരു കൂട്ടുകക്ഷി സർക്കാർ വരുന്നത് കൊണ്ട് തന്നെ അതിന്റെ യാഥാർത്ഥ്യബോധം ഉൾക്കൊണ്ടുകൊണ്ടേ പെരുമാറാൻ സാധിക്കൂ എന്ന നിലയിലേക്ക് അവരുടെ നിലപാട് മാറിയിട്ടുണ്ട്. അത് ഇന്നലെ ഉഭയകക്ഷി ചർച്ചകൾ നടന്നതിന് ശേഷമാണ് അത്തരത്തിലുള്ള ഒരു മാറ്റം ഈ പാർട്ടികളിൽ ഉണ്ടായത്. വേണു സൂചിപ്പിച്ചതുപോലെ ഇതിൽ ഏറ്റവും ശക്തമായിട്ടുള്ള നിലപാട് ഇപ്പോഴും സ്വീകരിച്ചിരിക്കുന്നത് JDU ആണ്. JDUവിനെ സംബന്ധിച്ച് അവർ ആദ്യം ആവശ്യപ്പെട്ടിരുന്നത് 3 ക്യാബിനറ്റ് പദവിയാണ്. എന്നാൽ ഈ ക്യാബിനറ്റ് പദവിയുടെ എണ്ണത്തിൽ അത് കുറവ് വരുത്താനായിട്ടുള്ള സന്നദ്ധത അവർ അറിയിച്ചിട്ടുണ്ടെങ്കിലും 2 ക്യാബിനറ്റ് പദവി എങ്കിലും ലഭിക്കണം എന്ന് JDU വാശി പിടിക്കുന്നുണ്ട്. കാരണം ഇനി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് തന്നെയാണ് അതിന് കാരണമായിട്ട് ഉള്ളത്. ബീഹാറിനെ സംബന്ധിച്ച് വളരെ ശക്തമായിട്ടുള്ള ഇടപെടൽ ഇനിയുള്ള മാസങ്ങളിൽ ഉണ്ടായില്ലെങ്കിൽ വീണ്ടും തിരിച്ചുവരവിന്റെ സാധ്യത, ഒരുപക്ഷെ BJP കൂടുതൽ അവിടെ പിടിമുറുക്കുന്ന ഒരു അവസ്ഥ, ഇതൊക്കെ നിതീഷ് കുമാർ കാണുന്നുണ്ട്. അതുകൊണ്ട് താൻ ബീഹാർ രാഷ്ട്രീയത്തിൽ നിന്ന് അപ്രസക്തനായി പോകുന്ന ഇടത്തു നിന്ന് തിരിച്ചു വരാൻ ശ്രമിക്കുന്ന നിതീഷ് കുമാർ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ശക്തമായിട്ടുള്ള ഈ സമ്മർദ്ദം തുടരും. അഥവാ ഒരു ഘട്ടത്തിൽ ഇത് വഴങ്ങേണ്ടി വന്നാൽ, അഥവാ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ നിന്ന് തീരുമാനത്തിൽ നിന്ന് ഈ പിന്മാറേണ്ടി വന്നാൽ പോലും മറ്റു ചില ഉറപ്പുകൾ അദ്ദേഹം വാങ്ങുന്ന രീതിയിലേക്കാകും കാര്യങ്ങൾ എത്തുക. അത് നയപരമായിട്ടുള്ള ചില വിഷയങ്ങളിൽ ആയിരിക്കും. ഈ അഗ്നിവീർ അടക്കമുള്ള കാര്യങ്ങളിൽ പുനഃപരിശോധന നടത്താം എന്ന വിധത്തിലുള്ള ചില ഉറപ്പുകൾക്ക് നിതീഷ് കുമാർ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെയും BJPയെ സമ്മർദ്ദത്തിലാഴ്ത്തുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ നയം. ഏക്നാഥ് ഷിൻഡെ സംബന്ധിച്ച് ഏക്നാഥ് ഷിൻഡേക്കുള്ള പരാതികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPയുടെ ഭാഗത്ത് നിന്ന് വേണ്ട സഹകരണം തങ്ങൾ മത്സരിച്ച മേഖലകളിൽ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. അത് അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അർഹമായിട്ടുള്ള പരിഗണന എന്ന രീതിയിൽ തങ്ങൾക്ക് മന്ത്രി പദവി, ക്യാബിനറ്റ് പദം അടക്കം അനുവദിക്കണം എന്നതാണ് അദ്ദേഹത്തിന്റെ ആവശ്യം. സമാനമായിട്ട് അജിത് പവാറിന്റെ ഭാഗത്തു നിന്നും ക്യാബിനറ്റ് പദവിയാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. അത് തനിക്ക് നേരിട്ട് തന്നെ ലഭ്യമാക്കണം എന്ന വിധത്തിലുള്ള നിർദ്ദേശവും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ട്. ഏതായാലും ഇക്കാര്യങ്ങളിലെല്ലാം ഇന്ന് നടക്കുന്ന ഉഭയകക്ഷി ചർച്ചകളിൽ വൈകിട്ടോടുകൂടി ഒരു ധാരണയുണ്ടാകും. അതനുസരിച്ചാകും അവസാനമായിട്ടുള്ള മന്ത്രിസഭയുടെ ഘടന തീരുമാനിക്കുന്നത്. ഈ മന്ത്രിമാരെല്ലാവരും നരേന്ദ്രമോദി 3ാം മന്ത്രിസഭയിലെ മന്ത്രിമാരെ എല്ലാവരെയും ഒപ്പം ചേർത്ത് സത്യപ്രതിജ്ഞ ചെയ്യാനാണ് നരേന്ദ്രമോദി ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.